ഈ ഒരു സമയം ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ? എന്താണ് അവരുടെ ഒരു ചിന്തകൾ എന്ന് നോക്കാം. സ്ട്രെങ്ത്, ലവേഴ്സ്, ഏസ് ഓഫ് സോഴ്സ്, ഒരു കാർഡ് കൂടെ നോക്കാം. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അതൊരു സോൾമേറ്റ് എനർജിയാണ്. അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു സോൾമേറ്റ് ആണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവര് ആ ഒരു ജഗ്ലിംഗ് എനർജി കാണിച്ചിട്ടുണ്ട്. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് അനീതിയായിട്ട് അവർ പെരുമാറിയിട്ടുണ്ട്. എന്നാൽ ബുദ്ധിപൂർവ്വം ഈ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് അവരിപ്പോ തയ്യാറെടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരിക, അതിനെ ബാലൻസ് ചെയ്ത് അർഹമായ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകി ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരിക്കലും നിങ്ങളെ അവർക്ക് വേർപിരിയാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളെ നോക്കി കാണുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. അവരുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും, ഇപ്പൊ നിങ്ങൾ സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരായിരിക്കാം, നോ കോണ്ടാക്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ കണക്ഷൻ ആണ് നിങ്ങൾ, അവരുടെ സോൾ തന്നെയാണ് നിങ്ങളും എന്നുള്ള രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്.